എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായി ഞങ്ങളെ ഈ സന്നിധിയിൽ കൊണ്ടു നിർത്തിയതിന് മാതാവിനും ദൈവത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ പേര് സ്റ്റെഫി, ഇതെൻ്റെ ഹസ്ബൻഡ് ജിയോ ജോയ്. ഞങ്ങൾ പെരുമ്പാവൂർ ആയത്തുപടി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ അബുദാബിയിൽ സെറ്റിൽഡാണ്. എനിക്ക് 3 ആൺമക്കളാണുള്ളത്. എൻ്റെ മൂന്നാമത്തെ മകൻ്റെ പിറവിയുടെ ജനനത്തോടനുബന്ധിച്ച് ഞങ്ങൾക്ക് കിട്ടിയൊരു പ്രത്യേക അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഞാൻ 3rd ക്യാരിയിങ് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു, ആദ്യത്തെ 2 പ്രിമച്വർ ലേബർ ആയതുകൊണ്ട് തന്നെ നല്ല കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ അത്യാവശ്യമൊക്കെ ശ്രദ്ധിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. എങ്കിലും 30th വീക്ക് ആയപ്പം പെട്ടെന്ന് കോൺട്രാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്ത് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ജൂൺ 16 എന്നെ അഡ്മിറ്റ് ചെയ്യുന്നത്. ഒരു ദിവസം മാക്സിമം ഡിലേ ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ചോദിച്ചു നോക്കി. പക്ഷേ പെയിൻ കൂടിയതുകൊണ്ട് തന്നെ ജൂൺ 17 സി സെക്ഷൻ ചെയ്ത് എൻ്റെ മോനെ എടുക്കേണ്ടി വന്നു. ആദ്യത്തെ 2 പ്രിമച്വർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നു. അത്ര ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ആദ്യത്തിൽ. പക്ഷെ അന്ന് വൈകിട്ടായപ്പോഴേക്കും ഡോക്ടർ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രൈമറി അനാലിസിസിൽ നിങ്ങളുടെ മകന് ഏനൽ ഹോൾ കാണുന്നില്ല എന്ന് പറഞ്ഞു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തകർന്നു പോയി. സത്യത്തിൽ ഞങ്ങൾക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു വലിയൊരു പ്രതികൂല സാഹചര്യം നേരിടേണ്ട ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 2 പേരും കൈ പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങൾ പറഞ്ഞു, നോട്ട് ബൈ അവർ മെറിറ്റ് ബട്ട് ബൈ യുവർ ഗ്രേസ് എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ദൈവം അനുവദിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് ഞങ്ങൾക്ക് അത്രയും വിശ്വാസമായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 8 മണിയായി കാണും. അപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഒരു ചെറിയൊരു സ്പോട്ട് കാണുന്നുണ്ട്, പക്ഷേ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. നാളെ തിയേറ്ററിൽ കയറ്റി നമ്മൾ മെയിൻ അനാലിസിസ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രൊസീജിയർ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ചേച്ചിയെ വിളിച്ച് പറഞ്ഞു. കാരണം എൻ്റെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ്. അപ്പം ചേച്ചിയെ വിളിച്ച് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, ഒന്നുകൊണ്ട് പേടിക്കണ്ട. അപ്പോൾ എൻ്റെ പാരൻസ് അങ്ങോട്ടേക്ക് വന്നപ്പം മാതാവിൻ്റെ കാശുരൂപവും കൊടുത്തയച്ചിരുന്നു. ഞങ്ങൾ മാതാവിൻ്റെ കാശുരൂപം വാവയുടെ ഇൻക്യുബേറ്ററിൽ കൊണ്ടുവച്ചു. അവിടെ NICUവിലെ സ്റ്റാഫുകളെല്ലാം കൃപാസന മാതാവിൻ്റെ പ്രത്യേക ഭക്തിയും കൃപാവരവും ഉള്ളവരായിരുന്നു. ഞങ്ങൾ അബുദാബിയിലെ NMCയിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അവരെല്ലാവരും പറഞ്ഞു, കൃപാസന മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയിൽ ഒത്തിരി മക്കൾക്ക് ഇവിടെ പ്രത്യക്ഷപ്പെടലുണ്ടായിട്ടുണ്ട്, അവർ സുഖപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷ കൈവിട്ടില്ല. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സി സെക്ഷൻ ആയിട്ടും പിറ്റേ ദിവസം ഞങ്ങൾ തിയേറ്ററിൻ്റെ മുന്നിൽ അവിടുത്തെ സ്റ്റാഫ് തന്ന ഒരു കൊന്തയും പിടിച്ച് തിയേറ്ററിൻ്റെ മുന്നിലായിട്ട് ഞങ്ങൾ 2 പേരും കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ അനാലിസിസ് കഴിഞ്ഞ് വന്ന് പറഞ്ഞത്, ശരിക്കും ഇതെന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, ഇതൊരു മിറാക്കിളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം തലേ ദിവസം ഏനൽ ഹോളില്ലാതിരുന്ന എൻ്റെ മകന് പിറ്റേന്ന് നോക്കിയപ്പം ഏനൽ ഹോളിലേക്ക് അടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണപ്പെട്ടത്. ഡോക്ടർ പറഞ്ഞു, വെറുതെ ഒന്ന് കണക്ട് ചെയ്ത് ഡയലേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ കൊളോസ്റ്റമി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറാണ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ തലേന്ന് പ്രാർത്ഥിച്ചതും അതിനായിരുന്നു, ദൈവമേ ഒരു കാരണവശാലും കൊളോസ്റ്റമി പ്രൊസീജിയർ ചെയ്യേണ്ട വരില്ല എൻ്റെ മകനെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു പ്രൊസീജിയർ പോലും കൂടാതെ ജസ്റ്റ് ആ ഏനൽ കനാൽ മാത്രം അതിലോട്ട് കണക്ട് ചെയ്ത് ഞങ്ങളുടെ മകനെ സുഖപ്പെടുത്തി. പ്രൊസീജിയർ റൂമിൽ നിന്ന് പുറത്ത് വന്ന ഡോക്ടർ പറഞ്ഞത് 99% അല്ല 100% നിങ്ങളുടെ മകൻ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞത്. ഇതിനും വലിയൊരു സാക്ഷ്യം ഞങ്ങൾക്കിനി പറയാനില്ല. അത്ര വലിയ അത്ഭുതമാണ് കൃപാസന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നത്. ഞങ്ങൾ സഞ്ചാരി മാതാവ് നീ എവിടെയായിരുന്നാലും ഞങ്ങളുടെ മകനെ സുഖപ്പെടുത്തണേന്ന് പറഞ്ഞ് എന്തും ഞങ്ങൾ അവരുടെ ഇൻക്യുബേറ്ററിൽ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞ വാക്കുകൾ പറയാനില്ല, അത്രയും വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇതിനു മുന്നൊക്കെ പലതവണ പല സാക്ഷികൾ കേട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാതെ ഞാൻ ആരോടും ഇത് പറയില്ല എന്ന്. സത്യത്തിൽ എൻ്റെ ഫാമിലിയിൽ ആർക്കും ഇതറിയില്ല. ഞാനിവിടെ ദൈവത്തിൻ്റെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയാതെ ഞാനിതൊരാളോടും വെളിപ്പെടുത്തില്ല എന്ന് പറഞ്ഞിരുന്നത്. ഇതുവഴിയായിട്ട് എന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച അനുഗ്രഹം ലോകം അറിഞ്ഞാൽ മതി. ദൈവത്തിനും കൃപാസന മാതാവിനും പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഞങ്ങൾ NICUവിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓൺലൈൻ ഉടമ്പടിയാണ് ഞങ്ങൾ എടുത്തത്. സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കഴിയാവുന്ന രീതിയിലെല്ലാം സാമ്പത്തികമായിട്ടും സഹായങ്ങൾ ചെയ്യുകയും കുർബാന കാണുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയും മാതാവിൻ്റെ ഉടമ്പടിയിൽ നിലനിന്നുകൊണ്ട് ഒത്തിരി അധികം അനുഗ്രഹങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു നന്ദി, യേശു. ആത്മീയമായിട്ട് ഞങ്ങൾ എന്നും വിശുദ്ധ കുർബാനയും കുടുംബ പ്രാർത്ഥനയും എന്നും കണ്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്നും അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. സങ്കീർത്തനം 18:16. ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. തകർച്ചയുടെ ആഴത്തിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്.
ആഴമുള്ള വെള്ളത്തിൽ മുങ്ങുന്ന ഒരവസ്ഥയായിരുന്നു അവസ്ഥയാണ് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ. നമ്മുടെ ശക്തി പര്യാപ്തമല്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യം, അവിടെയാണ് ദൈവം സ്വയം കൈനീട്ടി നമ്മെ പിടിച്ചുയർത്തുന്നത്. ദൈവത്തിൻ്റെ ഈ പദ്ധതിയിൽ പരിശുദ്ധ അമ്മയും നമ്മുടെ കൂടെയാണ് നിൽക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും ഏറ്റവും ആഴമുള്ള സമയത്ത് വെള്ളം മുങ്ങുന്ന അവസരത്തിലും പരിശുദ്ധ അമ്മ ഈശോയോടും ദൈവത്തോടും ചേർന്ന് നിന്ന് ഓരോ കാര്യത്തിലും നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ പരിശുദ്ധ അമ്മയും ഇങ്ങനെ തന്നെയാണ് ഫേസ് ചെയ്തത്. കുരിശിൻ്റെ കീഴിൽ മൗനമായി നിന്നപ്പോഴും അമ്മയെയും ദൈവം വേദനയിൽ നിന്ന് ഒഴിവാക്കിയില്ല, ആ വേദനയിൽ മുങ്ങിപ്പോകാൻ അനുവദിച്ചില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. അമ്മ കണ്ടു പുനരുത്ഥാനം വഴി പുനരുത്ഥാനവും ദുഃഖത്തിൽ നിന്ന് പ്രത്യാശയും കുരിശിൽ നിന്ന് മഹത്വവുമാണ് പരിശുദ്ധ അമ്മ കണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ഓരോ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോഴും ഉടമ്പടി ജീവിതത്തിൽ നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ഈശോയും അമ്മയുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അങ്ങനെ ഒരു സാക്ഷ്യമാണ് ജിയോ ജോയ് എന്ന മകനും കുടുംബവും ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ മകന് അനൽ ഹോളിൻ്റെ ബൈ ബർത്ത് ഇല്ലായിരുന്നു. പിന്നീട് കൊളോസ്റ്റോമി വരെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഈശോയും അമ്മയും എത്രയും പെട്ടെന്നാണ് അവരുടെ ജീവിതത്തിൽ ഇടപെട്ടത്. ഉടമ്പടി എടുത്ത അന്നേരെ പരിശുദ്ധ അമ്മയും ഈശോയും ഡോക്ടർ പോലും അതിശയിച്ചു പോയി. അവർ ചെയ്തത് കനാൽ ഡയറക്റ്റ് ടുവേഴ്സ് അനൽ ഹോളായിരുന്നു. ജസ്റ്റ് ഒരു ഡയറക്ഷൻ കൊടുത്തു. ഇത് ഈശോയ്ക്കും അമ്മയ്ക്കും മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അവിടെ സഞ്ചാരി മാതാവ് പ്രവർത്തിച്ചു എന്നാണ് ഇവരുടെ വിശ്വാസം. 99% 100% പെർഫെക്റ്റായിട്ടാണ് ഈ മകനെ ഇവർക്ക് നൽകിയിരിക്കുന്നത്. ഉടമ്പടി വസ്തുക്കളായ കാശുരൂപവും തൈലവും ഒക്കെ ഉപയോഗിച്ചിരുന്നു. ഓൺലൈൻ ഉടമ്പടി അടുത്താണ് തുടങ്ങിയത്. പിന്നീട് ഇവർ തീർത്ഥാടന ഉടമ്പടിയിലെത്തി. ഉടമ്പടി ജീവിതം കൂടുതൽ ആഴത്തിൽ ജീവിക്കുവാനാണ് ഇവരാഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാം, എത്ര കഠിന ബുദ്ധിമുട്ടുകളായാലും നമ്മൾ ഈശോയുടെ അമ്മയുടെ സന്നിധിയിൽ വന്ന് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മനസ്സിലാക്കാം, ആഴമുള്ള വെള്ളങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ദൈവം നമ്മെ ദൂരെ ഇരുന്ന് നോക്കുന്നില്ല, പക്ഷേ കൈപിടിച്ച് നയിക്കുന്ന ഒരു ദൈവമാണ്. കൈപിടിച്ച് നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മെ മുങ്ങിത്താഴാൻ നമ്മളൊരിക്കലും അനുവദിക്കാത്ത, നമ്മളെ വിട്ടുകൊടുക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്കും വിശ്വസിക്കാം, ആഴത്തിൽ മുങ്ങുന്ന നമ്മളെ കൈപിടിക്കുന്ന ദൈവം അവിടുത്തെ കയ്യിൽ വിട്ടുകൊടുക്കാതെ കാത്തുപരിപാലിക്കുന്ന അമ്മയും നമ്മുടെ കൂടെയുണ്ട്. വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ജിയോ ജോയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.